കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് തരാണ് കാണിച്ചിരുന്നത്. നമുക്ക് ബാക്കി പോർഷൻ സ്റ്റിച്ച് ചെയ്യും. അതിനായിട്ട് നമുക്ക് 2 ലൈനിങ് പീസ് ഉണ്ട്. അതേപോലെ തന്നെ മെയിൻ പീസ് നമ്മുടെ നല്ല പീസിന്റെ ഒരു കട്ടിങ്ങും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നു. നല്ല വശത്ത് നല്ല വശമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കുക. പിന്നീട് അതിന്റെ മുകളിൽ ഒരെണ്ണം കൂടെ വെക്കുക, അതായത് ലൈനിങ് പീസ് വെക്കുക. പിന്നീട് അടിയിൽ വെക്കുന്നത്, അകത്ത് വെക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ലൈനിങ് തന്നെ ആയിരിക്കണം. അപ്പൊ ഈ കൂർത്തിരിക്കുന്ന ഭാഗം കുറച്ച് മുമ്പോട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ അകത്തുള്ള ഡാർട്ട് അകത്തോട്ട് മടക്കി ഇങ്ങനെ വെക്കണം. അകത്തോട്ട് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡാർട്ട് അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ 4 പീസും, അതായത് കട്ടിങ്ങിന്റെ 3 പീസും ബോഡിയുടെ പീസുമായിട്ട് ചേർത്ത് വെച്ച് ഒരേപോലെ വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കയറി ഇറങ്ങാൻ പോകാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മള് ഇത് ഇങ്ങനെ നൂത്തി വെച്ചതിന് ശേഷം ഈ ബോഡി ഇതുപോലെ മടക്കി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ വെച്ച പീസിലോട്ട് ഫ്രണ്ടിലെ ഉള്ളത് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരേപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപോലെ 3 പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ അകത്തുനിന്ന് പുറത്തെടുക്കുക. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹൂക്കിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇതുപോലൊരു കട്ടിംഗ് പീസ് എടുക്കുക. 2ആയിട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയതിന് ശേഷം നല്ല വശമായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് മടക്കി കൊടുക്കാം. ഇവിടെ ക്രോസ് പീസിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ മടക്കി കൊടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. താഴെ വരുമ്പോഴും അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം പതിച്ചടിച്ചു കൊടുക്കുക. പിന്നീട് അകത്തോട്ട് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് 3 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്റെ ഹൂക്ക് നമ്മൾ വരിയുന്നതാണ്. ഇതിന്റെ അകഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഇത് നല്ല പീസ് നല്ല പുറം വെച്ചിട്ട് ഇതിന്റെ അകഭാഗത്താണ് വെക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇത് തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി ഒരു പ്രാവശ്യം മടക്കുക. പിന്നീട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കണം. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ അകത്ത് ഭാഗത്ത് ഇത്രയും ഇങ്ങനെ അധികം കൊടുക്കണം, അല്ലെങ്കിൽ ഹൂക്ക് വലിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്രയും അധികം നമ്മൾ കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ താഴ്ന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ഇങ്ങനെ തയ്ച്ചതിന് ശേഷം അവിടെ കുത്തി വയ്ക്കുക. പ്രഷർ ഫുഡ് മുകളിലോട്ടാക്കിയതിന് ശേഷം നീഡിലെടുക്കാൻ പാടില്ല, ഇങ്ങനെ ചരിച്ച് വരണം. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് തയ്ച്ചതിന് ശേഷം പിന്നീട് ഇതുപോലെ ചരിച്ചാണ് വരേണ്ടത്. ഇതുപോലെ കോണായിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്ന് നീഡിലവിടെ കുത്തി വെച്ചതിന് ശേഷം പ്രഷർ ഫുഡ് എടുത്തിട്ട് താഴെ മേലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് അവിടെ നിന്ന് ചരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. പിന്നീട് അവിടെ നീഡിൽ കുത്തി വെച്ചിട്ട് പിന്നെ ഇതുപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുകളിൽ വരുമ്പോൾ ഇതുപോലെ കുത്തി വെച്ചതിന് ശേഷം വെച്ചിട്ട് പിന്നീട് ഇതുപോലെ ഒന്നും കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ ഹൂക്കിപ്പം വയ്ക്കുന്ന ഇത് തച്ചിട്ടുണ്ട്, ഹൂക്ക് വരയുന്ന തച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യും. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് നല്ല വശമാണ്, ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശമാണ്. അപ്പോൾ ഇത് ലൈനിങ്ങിന് ഇച്ചിരി ജോയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ പോർഷനിലോട്ട് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വെച്ചിട്ട് പതിച്ചടിക്കുക. ലൈനിങ്ങിനകത്ത് വേണം പതിച്ചടിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തില്ലായിരുന്നല്ലോ, താഴോട്ട് മാത്രമേ ബാക്കിൻ്റെ പോർഷൻ ടച്ച് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ പിടിക്കുക. നേരെ പിടിച്ചതിന് ശേഷം നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ ഈ ലൈനിങ് ഇതുപോലെ ഇതിന് നേർക്ക് തന്നെ ഇങ്ങനെ വെക്കുക. ബാക്കിൻ്റെ ലൈനിങ് എന്നിട്ട് ഫ്രണ്ടിൻ്റെ ലൈനിങ്ങും കൂടി ചേർത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കുന്നതാണ്. സ്ലീവ് നമ്മുടെ ഷോൾഡറിൻ്റെ ഈ സെൻറ്റർ ഭാഗം, സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് ഇങ്ങനെ വെക്കുക. കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് വരുന്ന രീതിയിലാണ്. ഇത് ബാക്കാണ്, ഫ്രണ്ട് കണ്ട് ഇവിടെ വരും. അതുകൊണ്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് ഇവിടെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ വളഞ്ഞ് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെക്കുക.
സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലൂടെ മുകളിൽ കൂടെ തന്നെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് പോർഷൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഇതായിട്ട് മടക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അളവിന് തന്ന പീസും എടുത്ത് ഇങ്ങനെ മേടി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഇത് രണ്ട് ഭാഗത്തും ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്രണ്ട് പോർഷന് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ സ്ലീവ് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. ആം ഹോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചതിന് ശേഷം ആം ഹോളിൻ്റെ നീർക്ക് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടിയിൽ പോർഷൻ നമ്മുടെ ആം ഹോളിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കറക്റ്റ് ലെവലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ തയ്യൽ തുമ്പ് നമുക്ക് ഇങ്ങോട്ടാണ് ഇരിക്കേണ്ടത്. പിന്നീട് താഴോട്ട് നമ്മളെടുത്ത് അളവിൽ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ഇതിന് 2 സ്റ്റിച്ചും കൂടെ അധികം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ അപ്പുറത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം സ്റ്റിച്ച് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി അയണും കൂടെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഇച്ചിരി കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇത് ക്രോസ് ബ്ലൗസായിട്ടിരിക്കുമ്പം നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. ഇതുവരെയും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.